ഹലോ എവരി വൺ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് 5 ആണ്. ഗുസർത്തെ പൽ. ഗുസർത്തെ പൽ എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്ന നിമിഷങ്ങൾ. ഇതൊരു കവിതയാണ്. കവിതയുടെ പേരാണ് ഖുശ്ബു രജിത്തെ ഹേ ഹാത്ത് എന്ന് പറഞ്ഞാൽ സുഗന്ധം നിർമ്മിക്കുന്ന കൈകൾ എന്നാണ്. എഴുതിയിരിക്കുന്നത് അരുൺ കമലാണ്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. കൈ ഗലിയോം കെ ബീച്ച്. കൈ എന്ന് പറഞ്ഞാൽ അനേകം, ഗലിയോം തെരുവുകൾ, കെ ബീച്ച് ഇടയിലായിട്ട്, അനേകം തെരുവുകൾക്കിടയിലായിട്ട്, കൈ നാലോം കെ പാർ അനേകം ഓടകളൊക്കെ കടന്ന്, പാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശത്തായിട്ട്, ഓടകൾക്കൊക്കെ മറുവശത്തായിട്ട്, ഓട എന്ന് പറഞ്ഞാൽ അഴുക്കുചാല്, കൂടെ കർക്കറ്റ്, കൂടെ കർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചപ്പുചവറുകൾ അല്ലെങ്കിൽ മാലിന്യം, കെ ഡേരോം കെ ബാദ് കൂമ്പാരങ്ങൾക്കൊക്കെ ശേഷം, ഡേരോം എന്ന് പറഞ്ഞാൽ കൂമ്പാരം, ഈ മാലിന്യങ്ങളൊക്കെ കൂമ്പാരമായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്, അതിനൊക്കെ ശേഷം, ബദ്ബു സേ ഫട്തേ ജാത്തേ ഇസ് ദുർഗന്ധം വമിക്കുന്ന, ബദ്ബു എന്ന് പറഞ്ഞാൽ ദുർഗന്ധം, ഫട്തേ എന്ന് പറഞ്ഞാൽ വമിക്കുന്ന, ടോലേക്ക് അന്തർ ചെറിയ കോളനികളുടെ ഉള്ളിലായിട്ട്, ഖുശ്ബു രജിത്തെ ഹേ ഹാത്ത്, ഖുശ്ബു രജിത്തെ ഹേ ഹാത്ത് സുഗന്ധം നിർമ്മിക്കുന്ന കൈകൾ, സുഗന്ധം നിർമ്മിക്കുന്ന കൈകൾ. കവി പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഇടുങ്ങിയ തെരുവിലോ അല്ലെങ്കിൽ മലിനജലം ഒഴുകുന്ന ഓടയ്ക്കപ്പുറത്തോ ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുടെ അടുത്തോ ഒക്കെയാണ് ഇരുന്നാണ് സാധാരണയായി തൊഴിലാളികൾ ചന്ദനത്തിരി നിർമ്മിക്കുന്നത്. അവർക്ക് നല്ല അന്തരീക്ഷത്തിൽ നല്ല സ്ഥലത്തിരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ കഴിയണം അല്ലേ? അത് സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ഉപരി നസോം വാലെ ഹാത്ത്. ഉപരി എന്ന് പറഞ്ഞാൽ പൊങ്ങിയ അല്ലെങ്കിൽ പ്രകടമായ എന്നൊക്കെ അർത്ഥം. നസോം വാലെ ഹാത്ത് ഞരമ്പുകൾ, ഞരമ്പുകളൊക്കെ പൊങ്ങിയ നിലയിലുള്ള കൈകൾ. കിസെ നാക്കൂനോ വാലെ ഹാത്ത് തേഞ്ഞ നഖങ്ങളുള്ള കൈകൾ. കിസെ നാക്കൂനം എന്ന് പറഞ്ഞാൽ തേഞ്ഞ നഖങ്ങളുള്ള കൈകൾ. പീപ്പൽ കെ പത്തേ സേ നയേ നയേ ഹാത്ത്. പീപ്പൽ എന്ന് പറഞ്ഞാൽ അരയാൽ വൃക്ഷത്തിൻ്റെ പത്തേസെ ഇലകൾ പോലെയുള്ള പുതിയ പുതിയ കൈകൾ. ജൂഹി കി ഡാൽ സേ ഖുശ്ബൂദാർ ഹാത്ത് മുല്ലയുടെ ശാഖ പോലെയുള്ള സുഗന്ധമുള്ള കൈകൾ. ഗന്ധേ കട്ടേ പിട്ടേ ഹാത്ത് ഡേർട്ടി ആയിട്ടുള്ള വൃത്തിയില്ലാത്ത മുറിവേറ്റ കൈകൾ. കട്ടേ പിട്ടേ എന്ന് പറഞ്ഞാൽ മുറിവേറ്റ. ജഗ്മ് സേ ഫട്ടേ ഹുയേ ഹാത്ത്. ജഗ്മ് എന്ന് പറഞ്ഞാൽ മുറിവ്, മുറിവ് കാരണം പൊട്ടിയ കൈകൾ. ഫട്ടേ എന്ന് പറഞ്ഞാൽ പൊട്ടിയ. ഖുശ്ബു രജിത്തെ ഹേ ഹാത്ത്, ഖുശ്ബു രജിത്തെ ഹേ ഹാത്ത് സുഗന്ധം നിർമ്മിക്കുന്ന കൈകൾ, സുഗന്ധം നിർമ്മിക്കുന്നു കൈകൾ. ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തൊഴിലാളികൾ വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമുക്കാവശ്യമായിട്ടുള്ള ചന്ദനത്തിരികൾ നിർമ്മിച്ചു തരുന്നു. യഹീം ഇസ് ഗലി മേ ബൻതി ഹെ ഇവിടെ ഈ തെരുവിൽ നിർമ്മിക്കുന്നു. മുൽക്ക് കി മഷൂർ അഗർബത്തിയ ദേശത്തിലെ വളരെയധികം പ്രസിദ്ധമായ ചന്ദനത്തിരികൾ. ഇനിയും ഗന്ധേ മൊഹല്ലോം കെ ഗന്ധേ ലോഗ് ഈ വൃത്തിഹീനമായ തെരുവിലെ വൃത്തി ഇല്ലാത്ത ജനങ്ങൾ. ബനാത്തഹെ ഉണ്ടാക്കുന്നു. കേവട, കേവട എന്ന് പറഞ്ഞാൽ കൈതപ്പൂവ്, ഗുലാബ് റോസാപ്പൂവ്, കസ് രാമച്ചം, ഔർ രാത്രാണി അഗർബത്തിയ നിശാഗന്ധി തുടങ്ങിയ അഗർബത്തികളൊക്കെ ഉണ്ടാക്കുന്നു. ദുനിയാക്കി സാരി ഗന്ദഗി കെ ബീച്ച് ലോകത്തിൻ്റെ മുഴുവൻ വൃത്തികേടിൻ്റെയും ഇടയിൽ. ദുനിയാക്കി സാരി ഖുശ്ബു രജിത്തെ രഹത്തെ ഹേ ഹാത്ത് ലോകത്തിന് വേണ്ടിയുള്ള എല്ലാ സുഗന്ധവും നിർമ്മിക്കുന്നു കൈകൾ. ഖുശ്ബു രജിത്തെ ഹേ ഹാത്ത്, ഖുശ്ബു രജിത്തെ ഹേ ഹാത്ത് സുഗന്ധം നിർമ്മിക്കുന്ന കൈകൾ, സുഗന്ധം നിർമ്മിക്കുന്ന കൈകൾ. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. അരുൺ കമൽ കാ ജന്മ 15 ഫറവരി 1954 को ബീഹാർ മേ ഹുവ. ബീഹാറിൽ 1954 ഫെബ്രുവരി 15 അരുൺ കമൽ ജനിച്ചത്. വേ ഹിന്ദി സാഹിത്യಕ್ಕೆ സമകാലീന കവി ഹെ അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ സമകാലീന കവിയായിരുന്നു. ജോ പ്രഗതിശീലി വിചാരധാര സെ സമ്പന്ന ഹെ അദ്ദേഹം പുരോഗമന ചിന്തയാൽ സമ്പന്നമായിട്ടുള്ള ഒരു കവിയായിരുന്നു.
ഉൻകാ വാസ്തവിക നാം അരുൺ കുമാർ ഹെ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അരുൺ കുമാർ എന്നാണ്. ഉൻകാ പഹല കവിതാ സംഗ്രഹ് അപ്പനി കേവൽദാർ 1980 में പ്രകാശിത് ഹുവ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സംഗ്രഹമായിട്ടുള്ള അപ്പനി കേവൽദാർ എന്ന കവിതാ സംഗ്രഹത്തിന് 1980 പ്രകാശനം ചെയ്തത്. 1989 में उनका दूसरा संग्रह सबूत प्रकाशित हुआ. 1989 അദ്ദേഹത്തിന് രണ്ടാമത്തെ കവിതാ സംഗ്രഹമായ സബൂത്ത് പ്രകാശനം ചെയ്തത്. और 1996 में तीसरा संग्रह नए इलाके में, जिसके लिए उन्हें സാഹിത്യ അക്കാദമി പുരസ്കാർ സെ സമ്മാനിത് കിയാ ഗയ. അതുപോലെ തന്നെ തീസര കവിതാ സംഗ്രഹമായ നയ ഇലാക്കേമേം എന്ന കവിതാ സംഗ്രഹത്തിന് അദ്ദേഹത്തിന് എന്ത് കിട്ടി? സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഈ സംഗ്രഹയ്ക്ക് ദൂസരി കവിത ഹേ ഖുശ്ബൂ രചിത്തേ ഹേ ഹാത്ത്. ഈ സംഗ്രഹത്തിലെ രണ്ടാമത്തെ കവിതയാണ് ഖുശ്ബൂ രചിത്തേ ഹേ ഹാത്ത് എന്ന മനോഹരമായ നമ്മൾ പഠിച്ച കവിത. ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തൊഴിലാളികൾ വളരെയധികം മോശപ്പെട്ട ഒരു കണ്ടീഷനിലാണ് ജീവിക്കുന്നത്. അവർക്ക് നല്ലൊരു ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കമൻറ്റും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.